ഇനി എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു എക്സാമിന്റെ പേപ്പറാണ്. പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് മലയാളവും ഇംഗ്ലീഷും ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മിസ്റ്റർ ഗോപാൽ അക്കമ്പനീഡ് ബൈ ഹിസ് 2 മാനേജേഴ്സ് ഡാഷ് ലീവിംഗ് ഫോർ ലണ്ടൻ. മിസ്റ്റർ ഗോപാൽ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഈസ്. Mr. Gopal, accompanied by his 2 managers, is leaving for London. B ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു എന്താണ് വരാന്ന്? ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് അല്ലെ, വർക്ക് എന്നാണ് വരുന്നത്. അപ്പൊ എന്താ വരിക? യു വിൽ സക്സീഡ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Richard refused to accept the free ride because he was dash honorable man. Honorable എന്നാണ് പറയുക. Honorable എന്ന് പറയില്ലേ? H അവിടെ സൈലന്റ് ആണ്. Honorable എന്നാണ് പറയുക. അപ്പൊ നമുക്ക് എന്താ എഴുതാം? An honorable എന്നാണ് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The registrar of the university said that the students dash earn 85% attendance to be eligible to appear for the examination. അപ്പൊ എന്താ വരിക? ഷുഡ് അല്ലെ? അതൊരു മസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ഷുഡ് എന്ന് പറയണം. എന്തായാലും ചെയ്യണം എന്നുള്ളതാണ് ഷുഡ് എന്നുള്ളത് വരുന്നത്. അപ്പൊ ദ രജിസ്ട്രാർ ഓഫ് ദ യൂണിവേഴ്സിറ്റി സെഡ് ദാറ്റ് the students should earn 85% attendance to be eligible to appear for the examination. Next question. The hardly remember anything dash. They hardly remember anything. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാ വരിക? ഡു ദേ. ഡു ദേ എന്നുള്ളതാണ്. അതായത് ഇത് നെഗറ്റീവ് ആയിട്ടാണ് വരിക. ദേ ഹാർഡ്ലി റിമെമ്പർ എനിത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് വരും? പോസിറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ടാഗ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് ലിറ്റിൽ ആൽബർട്ട് കുഡ് നോട്ട് ഡാഷ് ഹിസ് നാഗിങ് ഗ്രാൻഡ് മദർ ഹി ഡിസൈഡഡ് ടു ലീവ് ഹോം. ആൻസർ ബി ആണ്. പുട്ട് അപ്പ് വിത്ത്. As little Albert could not put up with his nagging grandmother, he decided to leave home. Next question. If your team dash again, you will be out of the competition. Answer B, lose. If your team lose again, you will be out of the competition. Next question. Pick out the antonym of the word clear from the following. Clear എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്നായി കാണുന്നത് എന്നുള്ള അർത്ഥമാണ് ആക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് പറയാം? മെർക്കി എന്ന് പറയാം. MURKY, മെർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The students found the project to be dash because it was very easy. എന്താണ് ആൻസർ വരിക? എ പീസ് ഓഫ് കേക്ക്. ദ സ്റ്റുഡൻസ് ഫൗണ്ട് ദ പ്രൊജക്ട് ടു ബി എ പീസ് ഓഫ് കേക്ക് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഈസി. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് എനി വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ് ടു ബി ഓൾ പവർഫുൾ. ഓൾ പവർഫുളിന് ഒരു വൺ വേർഡ് എന്താണ്? ഓംനിപൊട്ടന്റ്. സി എന്നുള്ളതാണ് ആൻസർ. ഇനി മലയാളം നോക്കാം നമുക്ക്. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏത്? മക്കൾ എന്നുള്ളതാണ്. ബി എന്നുള്ളതാണ് ആൻസർ. മകൻ എന്നുള്ളത് മക്കൾ എന്നുള്ളതാവുമ്പോ ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അലിംഗ ബഹുവചനം അങ്ങനെ. മകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണെന്ന് അറിയാം, മകൾ എന്ന് പറഞ്ഞ സ്ത്രീലിംഗാണ്. പക്ഷെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വേണമെങ്കിൽ ആവാം. പുല്ലിംഗം വേണമെങ്കിൽ ആകാം,
സ്ത്രീലിംഗം വേണമെങ്കിൽ ആകാം. അതാണ് അലിംഗ ബഹുവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിന്റെ എഴുത്തുരീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ അതില് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻസർ സി ആണ്. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെ ഒന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈ രണ്ട് വീതം ഈ രണ്ട്, ഇതിൽ ഉചിതമായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വീതം എന്ന് പറയില്ല. അപ്പൊ ഈ രണ്ട് മാത്രം, അപ്പൊ രണ്ട് മാത്രം ശരിയാണ്. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ? അല്ല അല്ലേ? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നക്ഷത്രങ്ങളെ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പൊ കഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓരോ പൗരനും നിയമമനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഏതു വിദേശികൾക്കും നമ്മുടെ മര്യാദകേടുകൾ മനസ്സിലാവും. ആ മലവെള്ളം കുറെ ദിവസം നിന്നു. 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും. ആൻസർ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓരോ പൗരനും നിയമമനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതും ആ മലവെള്ളം കുറെ ദിവസം നിന്നു എന്നുള്ളതുമാണ് ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിന്മയം എങ്ങനെയാണ്? ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അർദ്ധവിരാമം, അപൂർണവിരാമം, പൂർണ്ണവിരാമം, അല്പവിരാമം. ഇതില് ഏതൊക്കെയാണ്? നമുക്ക് അറിയാം. എന്താ നമുക്ക് അറിയണത്? പൂർണ്ണവിരാമം നമുക്കറിയാം ബിന്ദു ആണെന്ന്, എന്തായാലും എല്ലാവർക്കും അറിയാം അല്ലെ? അർദ്ധവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധവിരാമം എന്ന് പറഞ്ഞാൽ രോധിനിയാണ്. പിന്നെ അപൂർണ വിരാമം എന്ന് പറഞ്ഞാലോ ഭിത്തികയാണ്. അല്പവിരാമം എന്ന് പറഞ്ഞാലോ അങ്കുശമാണ്. അപ്പോ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. വൈതരണി ദുർഘട സ്ഥലം, ഭഗീരഥ പ്രയത്നം കഠിനമായ അധ്വാനം, അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്ത്, ദന്തഗോപുരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം. ഇതിലെ തെറ്റായ ജോഡിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഡി ആണ്. ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം എന്നല്ല അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. ക്ഷണം ക്ഷണനം, പ്രസാദം പ്രാസാദം, താരം താരകം, പ്രവാദം പ്രവാത്തം. ആൻസർ സി ആണ്. താരം താരകം. താരം നക്ഷത്രം, താരകം നക്ഷത്രം തന്നെയാണ്. മറ്റെല്ലാം വ്യത്യാസമുള്ള പദങ്ങളാണ്. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. മഞ്ഞിനെ തടുക്കുന്ന തൊപ്പിയാണ് മഞ്ഞുതൊപ്പി. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.